ഇന്ന് ലഞ്ചിന് മീൻകറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നല്ല കുറുകിയ ചാറൊക്കെ ആയിട്ട് സാമൺ വെച്ചിട്ടുള്ളൊരു മീൻകറിയാണ്. അപ്പോൾ ഇതേ മീൻകറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്കാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ തന്നെ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഉലുവയൊക്കെ നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരാൻ തുടങ്ങുമ്പം നമുക്കിതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നെ കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് തന്നെ ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഇനി ഇത് നമുക്ക് നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർക്കാം. ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഞാനിവിടെ എരിയുള്ള മുളക് പൊടി ഉപയോഗിക്കുന്നില്ല, കാശ്മീരി മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഈ പൊടികളെല്ലാം കൂടി നമുക്ക് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അങ്ങനെ ചെറിയ തീയിലിട്ട് മസാലയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പം ഞാനിതിലേക്ക് ഒരു തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് ചേർക്കുന്നുണ്ട്. ഇനി ഈ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന ഒരു പാകത്തിൽ ചെറിയ തീയിലിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഒരു പാകത്തിൽ നല്ലൊരു ഡാർക്ക് കളറായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പുളി ചേർക്കാം. ഞാനിവിടെ ചെറിയ 3 പീസ് പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകി ഒന്ന് സോക്ക് ചെയ്തിട്ട് ചേർക്കാം. ഇനി നമുക്ക് കറിയിൽ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ നല്ലപോലെ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ ചേർക്കുന്നത്. ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കറി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച കറിയിലേക്ക് വേണം നമുക്ക് ക്ലീൻ ചെയ്ത മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട്. മീൻ ഇടുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതേ സാമൻ്റെ പീസസൊക്കെ ഞാനിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മീൻ കഷ്ണങ്ങളൊക്കെ മസാലയിൽ നന്നായിട്ട് കോട്ടായിട്ട് ഗ്രേവിയിൽ നല്ലപോലെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ കറി തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് കറി നന്നായിട്ട് കുറുകി വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാം. നിങ്ങൾക്കിത് കുറച്ചും കൂടെ തിക്കായിട്ട് ഒന്ന് വറ്റിച്ച രീതിയിലാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്തേക്ക് ഇതൊന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതിയാവും. ഇനി അവസാനമായിട്ട് ഇതിൽ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരുപാട് ചേർക്കേണ്ട, ഒരു 1/4 ടീസ്പൂണിലും താഴെ ചേർത്തിട്ടുള്ളൂ. പിന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു 10-15 മിനിറ്റെങ്കിലും മിനിമം നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിന് ശേഷമാണ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലുണ്ടല്ലോ മീൻകറിക്ക് നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടുമേ. നമ്മൾ തലേദിവസമൊക്കെ ഉണ്ടാക്കുന്ന മീൻകറിക്ക് വേറൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ മീനിലേക്കൊക്കെ ആ ഒരു ഗ്രേവിയൊക്കെ നല്ലോണം പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും.